അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലെ അതിവിശിഷ്ടമായ കാരുണ്യത്തിന്റെ 10 ദിനങ്ങൾ പൂർത്തിയാക്കി പരിശുദ്ധമായ പാപമോചനത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പാപമോചനമാണ് വിശ്വാസി ലക്ഷ്യമിടുന്നത്. കരുണക്കർഹരാകുകയും കരുണാവാരിധിയായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പരിപൂർണമായി നിമിത്തമാവുകയും ചെയ്യുന്ന 10 ദിവസങ്ങളാണ് നമ്മൾക്കിടയിൽ സജീവമായി മുന്നോട്ടു പോയിരുന്നത്. അള്ളാഹുവിന്റെ പാപമോചനം, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളിൽ റബ്ബ് നമ്മോട് പൊറുക്കുക എന്നത് സാധ്യമാകുന്നത് അവന്റെ കാരുണ്യം നമ്മളെ തലോടുമ്പോഴാണ്. കരുണക്കർഹരാകുകയും ചുറ്റുമുള്ളവർക്ക് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മളത് നേടിയെടുക്കുന്നത്. സ്വന്തം ഉമ്മ കാരുണ്യത്തിന്റെ ഒരു നിറഞ്ഞ പ്രതീകമാണല്ലോ. നമുക്ക് പല അന്യായങ്ങളും വേദനിപ്പിക്കുന്ന പലതും ചെറുപ്പത്തിലും പ്രായം ചെന്നപ്പോഴുമൊക്കെ മനുഷ്യരവരോട് ചെയ്യുമ്പോഴും തന്റെ മക്കളോട്, കുട്ടികളോട് ഏത് അന്യായങ്ങൾക്കിടയിലും അത് മറന്ന് പൊറുത്ത് കാരുണ്യത്തോടെ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഒന്നവരുടെ ഹൃദയാന്തരങ്ങളിൽ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നതും അതിൽ നിന്ന് രൂപപ്പെടുന്ന അവർ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ പൊറത്തു കൊടുക്കാനുള്ള വിശാലതയുമാണ്. കരുണ എവിടെയുണ്ടെങ്കിലും അവർക്ക് പൊറത്തു കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമായിരിക്കും. അള്ളാഹുവിൽ നിന്ന് നമ്മളോട് കാരുണ്യത്തിന്റെ നോട്ടമുണ്ടായാൽ നമ്മൾ ചെയ്തുപോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അവന് എളുപ്പത്തിൽ നമുക്ക് പൊറത്തു തരാൻ കഴിയും. റഹ്മത്തിൽ നിന്ന് മഗ്ഫിറത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾക്കിടയിൽ സംഭവിക്കുന്നത് അത്തരമൊരു മാറ്റമാണ്. എന്റെ റബ്ബിന്റെ കരുണയുടെ നോട്ടം എന്റെ മേൽ വർഷിച്ചതുകൊണ്ട് തന്നെ ഇനി എന്റെ പാപങ്ങൾ ഓരോന്നും അവനിലേക്ക് കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പൊറുക്കുക തന്നെ ചെയ്യും. കാരണം ഭൂമിയിലെ കാരുണ്യത്തിന്റെ 99 മടങ്ങ് അത് മുഴുവനും കൈകളിൽ സൂക്ഷിക്കുന്നത് പരമകാരുണ്യകനായ അള്ളാഹുവാണ്. പ്രവാചകര് പറയുന്നു, 100 എണ്ണമാണ് കാരുണ്യമെങ്കിൽ അതിലൊന്നാണ് ഭൂമിയിലെ സകല മനുഷ്യർക്കിടയിലും വിഹിതം വെച്ചിട്ടുള്ളത്. മൃഗങ്ങളിലും മനുഷ്യരിലും ചരാചരങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു കാരുണ്യമാണ്. ആ കാരുണ്യത്തെയാണ് നമ്മൾക്കിടയിൽ എല്ലാം ഇന്ന് പല രൂപത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അതിന്റെ 99 മടങ്ങും നിലനിൽക്കുന്നത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുന്നിലാണ്. അങ്ങനെയെങ്കിൽ അവന്റെ കാരുണ്യം ഇവിടെയും പാരത്രിക ലോകത്തും അന്ത്യനാളിലും എത്ര ശക്തമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. പരിശുദ്ധമായ റമദാൻ ആ കാരുണ്യത്തിന്റെ വലിയൊരു പ്രകടനമാണ്. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അവനിലേക്ക് കൈ ഉയർത്തി പൊറുക്കലിനെ തേടാവുന്ന പവിത്രമായ ദിനരാത്രങ്ങൾ. ജീവിതത്തിൽ അങ്ങനെയൊരു വലിയ മാറ്റത്തെ കൊണ്ടുവരാൻ കഴിയുന്ന ദിവസം. പ്രവാചകർ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു, മിമ്പറിലേക്ക് എല്ലാവരും അടുത്തുകൂടുക, പള്ളിയിൽ ഒരുമിച്ച് കൂടുക. പ്രവാചകൻ മിമ്പറിലേക്ക് മെല്ലെ കയറി. ആദ്യത്തെ ചുവട് വെച്ച ഉടനെ ഉറക്കെ ആമീൻ എന്ന് പറഞ്ഞു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ 2 തവണ കൂടി ആമീൻ എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞിറങ്ങിയ പ്രവാചകരോട് ഞങ്ങൾ ചോദിച്ചു, നബിയെ അങ്ങ് എന്താണ് ആമീൻ എന്ന് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധ റമദാൻ ഒരാൾക്ക് വന്നു, അവൾ ആ അവസരങ്ങളുടെ പൂക്കാലം വന്നിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെന്ന് വരിക. പരിശുദ്ധ റമദാൻ കൊണ്ട് പാപമോചനം നേടിയില്ലെങ്കിൽ, അവന്റെ തെറ്റുകുറ്റങ്ങളൊന്നും പൊറത്തു പോയില്ലെങ്കിൽ അവൻ എല്ലാ അനുഗ്രഹങ്ങളും അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ പറയുകയായിരുന്നു. റമദാൻ എന്ന അവസരം വന്നിട്ട് മനുഷ്യന് നന്നാവാൻ കഴിഞ്ഞില്ല, പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അവൻ എത്ര വലിയ പരാജിതനാണ്. പ്രവാചകൻ പ്രാർത്ഥിച്ചതും ആമീൻ പറഞ്ഞതുമെല്ലാം അവരെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന്റെ 10കളിൽ നിന്ന് കൊയ്തെടുക്കേണ്ടത് ചെയ്തുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാകപ്പിഴവുകളിൽ നിന്ന് മോചനമാണ്. സർവശക്തനായ അള്ളാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.